നമുക്ക് ആർ സി റെസിസ്റ്ററും കപ്പാസിറ്ററും ഉള്ള ഒരു സർക്യൂട്ടിൻ്റെ ട്രാൻസിഷൻ അനാലിസിസ് നടത്താം. ഓക്കെ, ഇവിടെ ഒരു പ്രോബ്ലം നോക്കൂ. ഇവിടെ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് അറ്റ് ടി ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും സ്വിച്ച് ഓപ്പൺ ആയിരുന്നു. ഫസ്റ്റ് കണ്ടീഷൻ സ്വിച്ച് ഓപ്പൺ ആയിരുന്നു, അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അറ്റ് ടി ഈക്വൽ ടു 0 മൈനസ് സ്വിച്ച് എങ്ങനെയായിരുന്നു? സ്വിച്ച് ഓപ്പൺ ആയിരുന്നു, അപ്പോഴാണ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ ഇവിടെ കപ്പാസിറ്റർ ഉള്ളത്. കപ്പാസിറ്റർ എന്തായിട്ട് വർക്ക് ചെയ്യും? കപ്പാസിറ്റർ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. കപ്പാസിറ്റർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ ഈ സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ഈ കപ്പാസിറ്ററിലോട്ട് എന്ത് ചെയ്യുക? സപ്ലൈ ഒന്നുമില്ല. അതുകൊണ്ട് ഇതിന് അക്രോസുള്ള വോൾട്ടേജ് എന്തായിക്കാരം? 0 ആയിക്കാരം. ഓക്കെ, VO 0 മൈനസ് ഈസിക്വൽ ടു എന്തായിക്കാരം? 0 ആയിക്കാരം. ഇനീഷ്യൽ വാല്യൂ ഇല്ല. അപ്പോൾ നമുക്ക് അറിയാം കപ്പാസിറ്റർ എന്ത് ചെയ്യുക? അലോ ചെയ്യൂല. കപ്പാസിറ്റർ ഡസ് നോട്ട് അലോ സഡൻ ചേഞ്ച് ഓഫ് വോൾട്ടേജ്. ഓക്കെ, സഡൻ ചേഞ്ച് ഓഫ് വോൾട്ടേജ് അലോ ചെയ്യൂല. അതുകൊണ്ട് VO 0 മൈനസ് ഈസിക്വൽ ടു VO 0 പ്ലസ് ഈസിക്വൽ ടു 0. അതായത് സ്വിച്ചിങ്ങിന് മുമ്പും സ്വിച്ചിങ്ങിന് ശേഷവും തന്നെ അവിടുത്തെ വോൾട്ടേജ് 0 ആയിക്കാരം. അറ്റ് ടി ഗ്രേറ്റർ ദാൻ 0 ഇവിടെ എന്ത് സംഭവിച്ചു? സ്വിച്ചിങ് സംഭവിച്ചു. ഓക്കെ, അപ്പോൾ സ്വിച്ചിങ് സംഭവിച്ചാൽ നമുക്ക് ഇതിൻ്റെ എന്ത് വരക്കാണ്? ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക് വരക്കാണ്. ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക് എങ്ങനെ വരക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സ്വിച്ച് ക്ലോസ് ആയി, റെസിസ്റ്റർ അത് അതേപോലെ തന്നെ ഉണ്ടാവും. ഇവിടെ V of t എന്നുള്ളതിന് പകരം അവിടെ എന്താ മാറും? V of S എന്നായിട്ട് മാറും. കപ്പാസിറ്റർ 1/CS എന്നാണ് വരിക. അപ്പോൾ 1/2S എന്ന് വരും. ഇവിടെ 1/2S. സീരീസ് ആയിട്ട് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും, VO/S. VO of 0 ആയതുകൊണ്ട് ആ വാല്യൂ എന്തായിക്കാരം? ഷോർട്ട് ആയിക്കാരം, വോൾട്ടേജ് ഷോർട്ട് ആയിക്കാരം. പിന്നെ ഇവിടെ ഒരു 10 വോൾട്ട് സോഴ്സ് ഉണ്ട്. ഈ 10 വോൾട്ട് എന്നുള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ആ കോൺസ്റ്റന്റിന് മാറ്റുമ്പോൾ അതെന്തായിക്കാരം വരിക? 10/S എന്നായിക്കാരം ഇവിടുത്തെ വോൾട്ടേജ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ നെറ്റ്വർക്കാണ് ഇപ്പോൾ ഈ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കാണണം? ഇവിടുന്ന് V of S കാണണം. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കാണാം? ഇതിൽ I1 എടുക്കുക, ഇതിൽ I2 എടുക്കുക, എന്നിട്ട് I1 ഉം I2 സോൾവ് ചെയ്തിട്ട് I2 കണ്ടുപിടിക്കുക. I2 ഇൻറ്റു 1/2S ചെയ്താൽ എന്ത് കിട്ടും? V of S കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സ് ഇതിനേക്കാരം ഈ വോൾട്ടേജിനേക്കാരം ഇവിടെ ഉണ്ടാവുക. V of S എന്നുള്ളത് ഈ നോഡ് വോൾട്ടേജും ഈ വോൾട്ടേജ് എന്തായിക്കാരം? സെയിം ആയിക്കാരം. ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജിനേക്കാരം ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ നോഡിൽ എന്ത് ചെയ്താൽ മതി? KCL അപ്ലൈ ചെയ്താൽ മതി. KCL അപ്ലൈ ചെയ്താൽ ഇങ്ങോട്ടൊരു കറൻറ്റ് പോകുന്നുണ്ടെന്ന്, ഇതിലൂടെ ഒരു കറൻറ്റും ഇതിലൂടെ ഒരു കറൻറ്റ് പാസ് ചെയ്യുന്നതിന് ശേഷം 3 കറൻറ്റും കൂടി ആഡ് ചെയ്താൽ എത്രക്കാരം? 0 ആയിക്കാരം. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് V of S ആണ്. ഇവിടുത്തെ വോൾട്ടേജ് -10/S ആണ്, ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റർ 10. ഈ വോൾട്ടേജ് മൈനസ് ഈ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റർ, പിന്നെ പ്ലസ് V of S ഡിവൈഡഡ് ബൈ ഈ റെസിസ്റ്റർ പ്ലസ് V of S ഡിവൈഡഡ് ബൈ ഈ റെസിസ്റ്റർ 1 ഇംപിഡൻസ്. ഓക്കെ, 1/2S ഈസിക്വൽ ടു എന്ത് വരും? 0 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്? ഞാൻ ഇവിടുന്ന് ഈ V of Sൻ്റെ വാല്യൂസ് കോമൺ ആക്കിയിരിക്കുകയാണ്. V of S ഇവിടെ ഒരു 1/10 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു 1/10 ഉണ്ട്. V of S ഡിവൈഡ് ബൈ 1/2S. ഈ 2S എന്താവും? ന്യൂമറേറ്ററിലോട്ട് പോകും. അപ്പോൾ ഇവിടെ എന്ത് വരും? 2S എന്നുള്ള ഒരു ടേം മൈനസ് അത് ഇങ്ങോട്ട് വരുമ്പോൾ 10/S ഡിവൈഡ് ബൈ 10 എന്ന് വരും. 10/S/10 എന്നുള്ളത് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ 10/S/10 ഈ 10ഉം 10ഉം കൂടി ക്യാൻസൽ ആയി പോയാൽ ഇവിടെ എന്തുണ്ടാവുള്ളൂ? 1/S എന്നുള്ള ടൈം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ V of S 1/10 എന്ന് വെച്ചാൽ 0.1, 1/10 0.1, 0.1ഉം 0.1ഉം കൂടി ആഡ് ചെയ്താൽ 0.2 പ്ലസ്
2s ഈസ് ഈക്വൽ ടു 1/s. ഓക്കെ, അപ്പോൾ അതിന് വി ഓഫ് എസിൻ്റെ വാല്യൂ എന്തൊക്കെയാണ് വരിക? 1/s ഇൻറ്റു 2s പ്ലസ് 0.2 ആയി. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ഈ 2 കോമൺ ആക്കി എടുത്താൽ ഈ 2 പുറത്തോട്ട് എടുത്താൽ 1/2 ഇൻറ്റു എസ്, ഇവിടെ 2 ഇങ്ങോട്ട് എടുത്ത്, അപ്പോൾ ഇവിടെ എസ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് 0.1 1/2 നമുക്ക് എന്തെടുക്കാം? 0.5 എന്നാക്കിയിട്ട് എടുക്കാം. ഇതാണ് നമ്മളെന്ത് വി ഓഫ് എസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ നോക്കിയാൽ 2 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് a/s പ്ലസ് b/s പ്ലസ് 0.1 ആക്കുകയാണ്. ഓക്കെ, ഈ എയും ബിയും കാണാണ്. എ ഇസ് ഈക്വൽ ടു പാർഷ്യൽ ഫ്രാക്ഷൻ പ്രകാരം എസ് ഇൻറ്റു ഈ ടേം, എസ് ഇൻറ്റു ഈ ടേം എന്ന് പറയുമ്പോൾ എസും എസും ക്യാൻസലായി, ബാക്കി എന്താണ് 0.5/s പ്ലസ് 0.1 എസ് ഈസ് ഈക്വൽ ടു 0. എസിന് 0 എടുത്താൽ 0.5/0.1 എന്നുള്ള വാല്യൂ വരും. എ ഇസ് ഈക്വൽ ടു 5 വന്നു, ബി ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 0.1 ഇൻറ്റു ഈ ടേമാണ്. അപ്പോൾ എസ് പ്ലസ് 0.1 ഇതും ക്യാൻസൽ ആയി പോയാൽ 0.5/s എന്ന് വരും. എസിന് എന്താ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് -0.1 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എസിന് -0.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബി -5 കിട്ടി. അപ്പോൾ എൻ്റെ വാല്യൂ 5, ബിൻ്റെ വാല്യൂ -5. ഓക്കെ, അപ്പോൾ ഇനി വി ഓഫ് ടി ആണ് നമുക്ക് കാണാനുള്ളത്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. അപ്പോൾ വി ഓഫ് ടി ഇസ് ഈക്വൽ ടു 5/s എന്ത് വരും? 5 എന്ന് വരും, -5 ഇൻറ്റു 1/s പ്ലസ് 1 ഇൻറ്റു e⁻−0.1 t എന്നാണ് വേണ്ടത്. അപ്പോൾ t > 0. ഇതാണ് നമ്മളത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. ഓക്കെ, പ്രോബ്ലം നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അത് t = 0-ൽ സ്വിച്ച് എന്ന് ബിയിലോട്ട് മാറ്റിയാണ്. അപ്പോൾ ഉള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ t = 0 മൈനസിൽ, അറ്റ് t = 0 മൈനസിൽ എ എന്ന് പറഞ്ഞ പൊസിഷനാണ് സ്വിച്ച് അറ്റ് എ എന്ന് പറഞ്ഞ പൊസിഷനിലാണ്. എ എന്ന് പറഞ്ഞ പൊസിഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്യും. സ്റ്റഡി സ്റ്റേറ്റിൽ കപ്പാസിറ്റർ എങ്ങനെയൊക്കെ? സ്റ്റഡി സ്റ്റേറ്റിൽ കപ്പാസിറ്റർ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ടായിട്ടൊക്കെ ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെ വരിക? ഒരു 10 വോൾട്ടേജ് സോഴ്സ്, ഒരു 1 ohm റെസിസ്റ്റർ എ എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നേരെ ഇവിടെ ഇതെന്തായിക്കാരം? ഈ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആവും. അപ്പോൾ ഇവിടെ ഒരു 10 വോൾട്ട് ഉണ്ടാവും, ഇവിടെ 1 ohm റെസിസ്റ്റർ. ഇവിടുത്തെ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജിനെ ഞാൻ എന്താക്കി എടുത്ത് V6 ഫാരഡ് എന്നാക്കി എടുത്തു. ഓക്കെ, V6 ഫാരഡോ 0 മൈനസ്, ഇവിടുത്തെ വോൾട്ടേജിനെ V6 ഫാരഡോ 0 മൈനസ് എന്നാക്കി എടുത്തു. ഓക്കെ, അപ്പോൾ ഈ വോൾട്ടേജാണ് കാണാൻ പറഞ്ഞത്. നമുക്ക് ഇനീഷ്യൽ വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ V6 ഫാരഡ് 0 മൈനസ്, അതായത് t = 0 മൈനസിൽ ഈ വാല്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതെന്തേക്കാരം? ഈ വോൾട്ടേജ് അത് അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഈ ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഇതിൽ കൂടി എന്തുണ്ടാവില്ല? കറണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിന് അക്രോസ് വോൾട്ടേജ് ഉണ്ടാവില്ല. അപ്പോൾ ഈ വോൾട്ടേജ് അത് അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാവുക. ഇത്രയും 10 വോൾട്ട്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ ഈ 6 ഫാരഡ് കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടി. ഇവിടെ ഒരു 3 ഫാരഡ് കപ്പാസിറ്റർ ഉണ്ട്. ഈ 3 ഫാരഡ് 0 മൈനസ്, സ്വിച്ച് ഈ പൊസിഷനിലായതുകൊണ്ട് ഇങ്ങോട്ട് ഒരു സപ്ലൈ ചെയ്യുക. അതുകൊണ്ട് ആ വോൾട്ടേജ് എന്തെക്കാരം? 0 എന്നുള്ള വാല്യൂ തന്നെ കയറാം. ഓക്കെ, നമുക്കറിയാം കപ്പാസിറ്ററിൽ എന്തായാലും ഇല്ല, സഡൻ ചേഞ്ച് ഓഫ് വോൾട്ടേജ് ഇല്ല. സഡൻ ചേഞ്ച് ഓഫ് വോൾട്ടേജ് അലോ ചെയ്യൂല. അതുകൊണ്ട് ഇത് 0 പ്ലസ്സിലും V6 ഫാരഡ് 0 പ്ലസ് ഈസ് ഈക്വൽ ടു V6 ഫാരഡ് 0 മൈനസ് ഈസ് ഈക്വൽ ടു 10 വോൾട്ട്. അതേപോലെ തന്നെ V3 ഫാരഡ് 0 പ്ലസ് ഈസ് ഈക്വൽ ടു V3 ഫാരഡ് 0 മൈനസ് ഈസ് ഈക്വൽ ടു 0 വോൾട്ട്. കപ്പാസിറ്റർ സഡൻ ചേഞ്ച് ഓഫ് വോൾട്ടേജ് അലോ ചെയ്യാത്തതുകൊണ്ട്. ഓക്കെ, ഇനി അറ്റ് t = greater than 0
ഈ നെറ്റ്വർക്കിന് എന്ത് വരയ്ക്കുക? ട്രാൻസ്ഫോമേഡ് നെറ്റ്വർക്ക് വരയ്ക്കുക. ഓക്കെ, ഇതെങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫോമേഡ് നെറ്റ്വർക്ക് വരിക? ഈ സ്വിച്ച് ബി എന്ന് പറഞ്ഞ പൊസിഷനിലോട്ട് മാറും. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഒരു കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്ററിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം മാറ്റിയാൽ 1/CS സീരീസ് വിത്ത് ഒരു വോൾട്ടേജ് സോഴ്സ് ആയിക്കാരം VOS/S എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഇത് ബി എന്ന പൊസിഷനിലാണ്. കപ്പാസിറ്ററിൻ്റെ വാല്യൂ 6 ആണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും 1/6S എന്നുള്ള ടൈം ആയിക്കാരം ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ ഇനീഷ്യൽ വോൾട്ടേജ് എത്രയാണ്? 6 ഫാരഡിൻ്റെ 10 ആണ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് 10/S എന്നുള്ള ടൈമും. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഒരു 1 ohm റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ ഒരു 3 ഫാരഡ് ഉണ്ടാവും. ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും. വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ 0, ഇനീഷ്യൽ വോൾട്ടേജ് 0 ആയതുകൊണ്ട് ആ വോൾട്ടേജ് സോഴ്സ് 0 ആയിക്കാരം. അപ്പോൾ അത് നേരിട്ട് വരക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വാല്യൂ 1/3S. ഇവിടുത്തെ റെസിസ്റ്ററിൻ്റെ വാല്യൂ 1 ohm. ഇതിൽ കൂടിയുള്ള ഒരു കറണ്ട് IOS. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് IOS എന്തായിക്കാരം വരിക? IOS എന്ന് വെച്ചാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് ചെയ്താൽ മതി. ഒറ്റ വോൾട്ടേജ് സോഴ്സ് ഉള്ളൂ. അപ്പോൾ IOS ഈസ് ഇക്വൽ ടു 10/S ഡിവൈഡഡ് ബൈ 1/6S പ്ലസ് 1/3S. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 10/S ഉണ്ട്. ഇതിനെ 6S ഞാൻ കോമൺ ആക്കി എടുക്കുകയാണ്. 6S കോമൺ ആക്കി എടുക്കുമ്പോൾ 1 ഇവിടെ ഉണ്ട്. ഇവിടെ 6S ആക്കാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 6S കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 6S ആക്കാൻ ഒരു 2 കൊണ്ട് ആഡ് ചെയ്താൽ മതി. 2 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആഡ് ചെയ്താൽ 6S ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു S ഉണ്ട്, ഒരു S ഉണ്ട്. അത് രണ്ടും കൂടി ക്യാൻസൽ ആയിപ്പോയി. ഈ 6 ന്യൂമറേറ്ററിലോട്ട് പോകും. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 6S പ്ലസ് 3 എന്നേക്കാരം വാല്യൂ ഉണ്ടാവുക. ഈ 6 മുകളിലോട്ട് പോയി. ഇപ്പോൾ 60 ആയി. 1 + 2 3, ബാക്കി 6S. ഇതിന് 60 ഇതിന് 6 എന്നുള്ള വാല്യൂ കോമൺ ആക്കി എടുത്താൽ S പ്ലസ് 1/2 എന്നാണ് ടൈം കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ IOS. ഇനി നമുക്ക് IOT കാണാൻ 60 ഡിവൈഡ് ബൈ 6 എത്ര വരിക? ഇവിടെ 10 ആണ്. ഓക്കെ, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ ഇവിടെ IOSൻ്റെ IOT വരും. 10 കോൺസ്റ്റൻ്റ് ആണ്. 1 ഡിവൈഡഡ് ബൈ S പ്ലസ് 2 അതിനെ e−1/2 t എന്നാക്കിയിട്ട് എഴുതാം. ഇതാണ് എന്ത് നമ്മുടെ IOTൻ്റെ വാല്യൂ. ഇനി ഇതേപോലെ ഇവിടുത്തെ വോൾട്ടേജ് ചോദിച്ചാൽ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് ചോദിച്ചാൽ എങ്ങനെയാണ്? ഇതെന്തെങ്കിലും ഇവിടുത്തെ VOS എന്നുള്ള ടൈമേക്കാർ ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ VOSൻ്റെ വാല്യൂ എന്തേക്കാരം വരിക? ഈ കറൻറ്റ് ഇൻറ്റു 1/3S 1/3S ഇൻറ്റു IOS. ഓക്കെ, 1/3S ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ S പ്ലസ് 1/2. ഓക്കെ, അത് 2 ടേം ഉണ്ട്. അപ്പോൾ അത് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? VOS കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? VOT കിട്ടും.